എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏത്തപ്പഴം കൊണ്ട് ഒരു അവിൽ മിൽക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 1 കപ്പ് അവിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത ശേഷം ഒന്നുകൂടി ഒന്ന് അവിൽ ചൂടാക്കിയെടുക്കാം. വീണ്ടും 1.5 മിനിറ്റ് ഇളക്കിയ ശേഷമാണ് അത് കറക്റ്റ് പരുവമായി വന്നത്. ഇതിന്റെ പരുവം എന്ന് പറയുമ്പോൾ കയ്യിലെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിയണം. അതാണ് അതിന്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നീട് ഇതേ പാനിൽ തന്നെ 1/2 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടിയും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ കപ്പലണ്ടിയും ചൂടായി വന്നിട്ടുണ്ട്. തൊലി കളഞ്ഞ് 2ആയിട്ട് പിളർത്തിയെടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കൂടി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ബൂസ്റ്റ് ആണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് 5 ചെറിയ പാക്കറ്റാണ്. ഇനി ഇതിന്റെ മെയിൻ ചേരുവയായ ഏത്തപ്പഴം. ഞാനിവിടെ ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. അധികം പഴുത്ത പഴമല്ല, മിക്സിയിലിട്ട് അധികം അരയാതെ ഞെടിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഒരു തവി കൊണ്ട് ഉടച്ചു കൊടുക്കുകയാണ്. 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ചെറിയ കപ്പ് പാലാണ് ചേർത്ത്, നന്നായി തണുപ്പിച്ച പാലാണ്. പാല് കൂടി ചേർത്തൊന്ന് ഇളക്കി എടുക്കാം. അങ്ങനെ ചേരുവകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെ ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഗ്ലാസ്സിലേക്ക് 1 സ്പൂൺ അവിലിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 സ്പൂൺ കപ്പലണ്ടിയും ഒരു 2-3 പീസ് അണ്ടിപ്പരിപ്പും കിസ്മിസും അതിന് മുകളിലേക്ക് ഈ പഴവും പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസോളം ഒഴിച്ച ശേഷം വീണ്ടും ആദ്യം ചേർത്തതുപോലെ അവലും കപ്പലണ്ടിയും കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂട്ടത്തിൽ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ എന്റെ കൈവശം ഇല്ലത്. വീണ്ടും 1/2 ഗ്ലാസോളം പാലും പഴവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇടകലർത്തി ഗ്ലാസ് ഫില്ല് ചെയ്തെടുക്കണം. ഏറ്റവും മുകളിലായിട്ട് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള അവൽ മിൽക്ക് റെഡി. വളരെ എളുപ്പമല്ലേ, കഴിക്കാനും സൂപ്പറാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.